ഈ ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ നല്ലത് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ കഴിയലാണ് എന്ന് പുണ്യ റസൂൽ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതന്നെ വളരെ നമ്മൾ ചിന്തിക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. റക്അത്തുൽ ഫജ്രി ഖൈറുൻ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഫജ്റിന്റെ 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കുക എന്നത് ഭയങ്കരമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതിനോടുള്ള താല്പര്യം വളരെ വലിയതായിരുന്നു. അപ്പൊ ചിന്തിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ലം യകുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ശൈഇൻ അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ലം യകുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ശൈഇൻ മിനൻ നവാഫിലി അശദ്ദ തആഹുദ മിൻഹു അലാ റക്അത്തൈൽ ഫജ്രി. സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവമാക്കിയ ഒരു സംഭവം വേറെ ഇല്ലെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് അതൊരിക്കലും ഒഴിവാക്കരുത്, അതൊഴിവാക്കി ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് ആ 2 റക്അത്ത് നിസ്കരിക്കാതെ സുബ്ഹി നിസ്കരിക്കരുത്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും നേരത്തെ എണീക്കുന്ന ആളുകൾക്കാണ് അതിന്റെ ഗൗരവത്തിന് നിസ്കരിക്കാൻ കഴിയുക. കാരണം സുബ്ഹിയുടെ അവ്വൽ ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമില്ല. ആ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കാരമില്ല. അപ്പൊ അത് നേരത്തെ തന്നെ എണീറ്റിട്ട് നിസ്കരിക്കണം. നേരത്തെ തന്നെ അത് ചെയ്ത് ബാങ്ക് കൊടുക്കുന്നവിടെ ഒരു പള്ളിയിലെത്തണം. ആണുങ്ങൾ പെണ്ണുങ്ങളാകട്ടെ വീടുകളിൽ 1ാമത്തെ വഖത്തിൽ തന്നെ ഈ സുന്നത്ത് നിസ്കാരവും ബഹുമാനപ്പെട്ട സുബ്ഹി നിസ്കാരവും ചെയ്യാൻ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാണ് ഇവിടെ കോഴി കൂവുന്ന നേരത്ത് ദുആ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് സെന്റി മുസ്ലിയാരി ഇന്നിവിടെ ഓർമ്മപ്പെടുത്തി. ആ കോഴി കൂവുന്ന നേരം എന്ന് പറഞ്ഞാൽ സുബ്ഹിക്ക് വേണ്ടി വിളിക്കുന്നവരാണ് കോഴികൾ എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അതായത് അവ്വൽ വഖത്തിൽ കൂവും കോഴികൾ. എന്തിനാണ് ഇത് അവ്വൽ വഖത്തിൽ കൂവുന്നത്? അതിന്റെ താല്പര്യം ആ വീട്ടുകാരന് സുന്നത്തോടുകൂടെ സുബ്ഹി നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ആ കാര്യം വളരെ ചിന്തിക്കണം. عن عائشة رضي الله عنها ما رأيت رسول الله صلى الله عليه وسلم إلى شيء من الخير أسرع منه إلى الركعتين قبل الفجر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ധൃതി പിടിക്കുന്ന ഒരു വിഷയവും ഈ സുബ്ഹിയുടെ മുമ്പുള്ള സുന്നത്ത് പോലെ ഞാൻ കണ്ടിട്ടില്ല. അത് റസൂലുള്ളാഹിക്ക് ചെയ്യാൻ ഭയങ്കര പൂതിയ, ഭയങ്കര താല്പര്യ. അതിന് വല്ലാത്ത ഒരുക്കാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത താല്പര്യത്തിലായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുസ്തഫായ റസൂലുള്ളാഹിയുടെ അരികിൽ ചെന്നിട്ട് ഹബീബായ നബിയോട് പറഞ്ഞു, ദുല്ലനി അലാ അമലിൻ യൻഫഉനി അല്ലാഹു ബിഹി. അല്ലാഹു എനിക്ക് വലിയ ഉപകാരം ചെയ്യാൻ പറ്റിയൊരു അമല്, ദുന്യാവിലും എനിക്കത് ഉപകാരമാകണം, ആഖിറത്തിൽ ഉപകാരമാണ്. എനിക്ക് ദുന്യാവിലും ഖൈറിന്റെ വാതിൽ തുറന്നിടണം, ആഖിറത്തിലും ഖൈറിന്റെ വാതിൽ തുറന്നിടണം. അങ്ങനത്തെ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പുണ്യ റസൂലിനോട് പോയി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഖൈറിന്റെ വാതിൽ ദുന്യാവിലും തുറക്കും, ആഖിറത്തിലും തുറക്കും എന്ന് പുണ്യ റസൂൽ. അപ്പോൾ കടം വീടാൻ നല്ലതാണ്, പെൺകുട്ടികളെ കെട്ടിക്കാൻ നല്ലതാണ്, കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കാൻ നല്ലതാണ്. നമ്മൾ വളരെ ചിന്തിക്കണം. എല്ലാം ഒന്നും കഴിയാതെ അവസാനം ഒന്നും നമുക്ക് കഴിയാതെ അവസാനം ഏതെങ്കിലും ഒരാളോട് പോയി പൊട്ടിക്കരുന്നത് കാര്യമല്ല. ഇതിനൊക്കെയുള്ള വാതിൽ അള്ളാഹു നമുക്ക് തന്നെ വെച്ചു തന്നിട്ടുണ്ട്. ഏത് ഖൈറിനെയും ആ ഖൈർ കൊണ്ട് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ഉപകാരം ചെയ്യും. അങ്ങനത്തെ ഒരു ഖൈർ എനിക്ക് പറഞ്ഞു തരണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയോട് പറഞ്ഞു. ഇപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, റക്അതാനി ഖബ്ല സ്വലാത്തിൽ ഫജ്രി. സുബ്ഹി നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ എല്ലാ വാതിലും അള്ളാഹു തുറന്നു തരുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബർക്കത്തിന്റെ 1ാമത്തെ കാര്യം, ബർക്കത്ത് വീട്ടിലുണ്ടാകണമെങ്കിലും പെട്ടിയിലുണ്ടാകണമെങ്കിലും കീശയിലുണ്ടാകണമെങ്കിലും 1ാമത്തെ കാര്യം ഞങ്ങളോട് പറഞ്ഞു. എന്താ 1ാമത്തെ കാര്യം? ആ കേസറ്റ് കറാത്ത് മറത്ത് വീട്ടിൽ കേൾപ്പിക്കണം. അവനാന്റെ ഇല്ലായ വല്ലായ വേറൊരാളോട് പറയാൻ പാടില്ല. ഒന്ന് നമുക്ക് ആകെയുള്ള വിഷയമാണ്. അവനവന്റെ ഇല്ലായ വല്ലായ ഒരാളോട് പറയാൻ പാടില്ല. ആരോട് പറയാ? എനിക്ക് പഠിച്ചോ മതി.
എനിക്കെന്റെ പ്രശ്നം അവനറിയാലോ ഞാൻ എന്തൊക്കെയാണ്. എനിക്ക് എന്റെ റബ്ബ് മതി, ഏത് കാര്യത്തിനും എന്റെ റബ്ബിന്റെ സഹായം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലെങ്കിലും അടിമക്ക് ഉടമ മതി, അള്ളാഹു മതി, ഒരു പേടി പിടിക്കില്ല. പക്ഷേ അതിൽ പ്രവേശിക്കേണ്ട വാതിലിലൂടെ പ്രവേശിക്കണം. പ്രവേശിക്കാനുള്ള വാതിൽ മുസ്തഫ നബിയാണ്. അള്ളാന്റെ ഹബീബിന്റെ മഹാകാര്യങ്ങളെ ഭൂമിയിൽ വിശദീകരിച്ചു തന്ന മഹാന്മാരായ ഇമാമിങ്ങളുമാണ്. ആ വഴിയിലൂടെ പോകണം. ഇമാമിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് പോകാന്നല്ല പറഞ്ഞ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. രണ്ട് വേണം, ദുനിയാവിലും ആഖിറത്തിലും കടം വീടാൻ, എല്ലാ പ്രശ്നം ഒഴിവാകാൻ, ഏത് കാര്യത്തിനും എന്ത് മതി? സുബഹയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം മതിയാകുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ആഗ്രഹിക്കപ്പെടാൻ മാത്രമുള്ള രത്നങ്ങളുണ്ട് എന്ന് പുണ്യ റസൂൽ. ഓഹോ ലാ തദഉ റകഅതൈനി ഖബ്ല സ്വലാത്തിൽ ഫജ്ർ. സുബഹയുടെ മുമ്പുള്ള 2 റക്അത്ത് ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിച്ചു പോകരുത്. ഫഇന്ന ഫീഹി മർഗായിബാ. അതില് ആഗ്രഹിക്കാൻ മാത്രമുള്ള രത്നങ്ങളുണ്ട് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔസാനി ഖലീലി ബിസലാത്തി സൗമിൻ ബിസൗമി 3 അയ്യാമിൻ മിൻ കുല്ലി ശഹരിൻ. അല്ലാഹുവിന്റെ ഹബീബ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോൽക്കാനും എന്നോട് പറഞ്ഞു. പിന്നെ റക്അത്തൽ ഫജ്രി, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്തും എന്നോട് പറഞ്ഞത് ഒഴിവാക്കരുത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തദഉ റക്അത്തൽ. നിങ്ങൾ കേൾക്കണേ ഒരു ഹദീസ്. ആ ഹദീസും കൂടി ഓടിയാൽ അവിടുന്ന് പോകാം. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ലാ തദഉ റക്അത്തൽ ഫജ്രി, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം നിങ്ങൾ ഒഴിവാക്കരുത്. വലൗ തറത്തുകുമുൽ ഖൈലു, ഒട്ടകക്കൂട്ടം നിങ്ങളെ ഓടിക്കുന്ന നേരത്ത് പോലും. മനസ്സിലായില്ല? അതായത് ശത്രുക്കളെ ആക്രമിച്ചിട്ട് നിങ്ങൾ വലൗ തറത്തുകുമുൽ ഖൈലു, കുതിരക്കൂട്ടങ്ങൾ നിങ്ങളെ ഓടിക്കുന്ന നേരത്ത് പോലും. അതായത് ശത്രുക്കളെ ആക്രമിച്ചിട്ട് നിങ്ങൾ ഓടാ. ആ നേരത്ത് സുബഹിയായാൽ പോലും ഫർള് മാത്രം നിസ്കരിച്ചാൽ പോരാ. ആ നേരത്ത് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കണം പുണ്യ റസൂൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വീട്ടിലിങ്ങനെ പൊതച്ചു കിടക്കുന്ന നേരത്ത് സുന്നത്ത് നിസ്കരിക്കാതെ സുബഹി നിസ്കരിക്കുന്ന അവസ്ഥ എന്തായിരിക്കും? കുതിരക്കൂട്ടങ്ങൾ നിങ്ങളെ പിന്നാലെ കൂടി ഓടിക്കുന്ന നേരത്താണെങ്കിൽ പോലും നിങ്ങൾ ബഹുമാനപ്പെട്ട സുബഹയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിനെ മറക്കരുത് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.